നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. കാരണം പരസ്യ പ്രചരണം തീരാൻ ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഗ്രൗണ്ടിൽ ഇറക്കിയാണ് മൂന്ന് മുന്നണികളല്ല, ഇപ്പോൾ പ്രധാന മത്സരം അവിടെ 4 പേരുമായിട്ടാണല്ലോ എല്ലാവരും കരുത്ത് കാട്ടിക്കുന്നത്. LDF-ന്റെ UDF-ന്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തും. മണ്ഡലത്തിൽ ഇന്ന് LDF-ന്റെ നേതൃത്വത്തിൽ മഹാകുടുംബ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നാളെയാണ് നിലമ്പൂരിലെ ആ കലാശക്കൊട്ട്. നമുക്ക് ശാന്തകുമാർ വെള്ളാളത്തിനോട് ചോദിക്കാം, എന്താണ് നിലമ്പൂരിലെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇനി പ്രചരണം അവസാനിക്കാൻ സമയമില്ല. കലാശക്കൊട്ട് നാളെയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കളത്തിലുണ്ട്, ദേശീയ നേതാക്കളൊക്കെ ഉണ്ട്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ വന്നു, മുഖ്യമന്ത്രി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മന്ത്രിപ്പട തന്നെ അവിടെയുണ്ട് M സ്വരാജിന് വേണ്ടി. UDF-നും സംസ്ഥാന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം മറ്റെല്ലാ സംസ്ഥാന നേതാക്കളും അവിടെയുണ്ട്. PV അൻവർ തുടക്കത്തിലൊക്കെ ഒന്ന് മന്ദഗതിയിലൊക്കെ ആയിരുന്നുവെങ്കിലും ഇങ്ങനെ മറ്റ് മുന്നണികളെ പോലെ വലിയ തിരക്കിട്ട പ്രചരണമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ കൂടി അവസാനത്തിലേക്ക് എത്തുമ്പോൾ സജീവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ PV അൻവർ കടക്കുന്നതും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഇന്നലെ യൂസഫ് പട്ടാനെ അടക്കം രംഗത്തെത്തിച്ചുകൊണ്ട് BJPയും അങ്ങനെയൊക്കെ തന്നെ. എന്താണ് നിലമ്പൂരിലെ അവസാന ലാപ്പിലെ കാഴ്ചകൾ? ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ ശക്തമായ മഴയാണ്. ഈ മഴയിലെ തണുപ്പൊന്നും ഇപ്പോൾ നിലമ്പൂരിലില്ല. കടുത്ത ചൂടാണ്, അത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. അത് ഇന്ന് തുടരും. നാളെയാണ് കൊട്ടിക്കലാശം. ഈ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി വോട്ട് ആരുടെ പെട്ടിയിലാവുന്നതിൻ്റെ അവസാന മിനുക്കുപടിയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും, ഒപ്പം തന്നെ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസും. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ അത് ഇന്നും നാളെയുമായി അതിൻ്റെ പ്രചരണവും എല്ലാം ശക്തമാവും എന്നതിന് യാതൊരു തർക്കവുമില്ല. അതിനായി കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും, LDF-ന്റെ ആയാലും UDF-ന്റെ ആയാലും അതുപോലെ NDA-യുടെ ആയാലും മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. LDF-ന്റെ CPM-ന്റെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മന്ത്രിമാർ, 8-ലധികം മന്ത്രിമാർ നിലമ്പൂരിലുണ്ട്. ഇവരെല്ലാവരും വലിയ പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. സ്ഥാനാർത്ഥിയുടെ പ്രചരണം പതിവ് പോലെ ഓരോ പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDF-ന്റെ ഭാഗത്ത് തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. BJP-യുടെ ആണെങ്കിൽ കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കളുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നിലമ്പൂർ മണ്ഡലത്തെയാകെ ഇളക്കി മറിച്ചതാണ്. അതേപോലെ തന്നെയായിരുന്നു ഇന്നലെ യൂസഫ് പത്താനെ കൊണ്ടുവന്ന് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു റോഡ് ഷോ. അത് ഏകദേശം നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ ഏകദേശം 22 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു വലിയ റോഡ് ഷോ നടത്തി. അത് രണ്ട് മുന്നണികളെയുമാണ് അത് ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ PV അൻവർ ഇന്നലെ യൂസഫ് പത്താനെ എത്തിച്ചുകൊണ്ട് നടത്തിയ ആ പ്രചരണം ഇരു മുന്നണികൾക്കും വലിയ ഭീഷണിയാണ്. അത് വലിയ ചർച്ചാ വിഷയവുമായിട്ടുണ്ട്. അത് എല്ലാവരും രണ്ട് മുന്നണികളും അത് സജീവമായി വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്നു. അത് വലിയ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. നാളെ കൊട്ടിക്കലാശമാണ്. ഈ കൊട്ടിക്കലാശത്തിന് അത് ഏതൊക്കെ രീതിയിലാണ് കൊട്ടിക്കലാശം ഈ മഴയത്ത്, ഈ ശക്തമായ മഴ തുടരുന്നു, ആ മഴയത്തും അത് എങ്ങനെ വേണമെന്നുള്ള ചർച്ചയും തീരുമാനം തന്നെയാണ് ഇപ്പോൾ മുന്നണികൾ നടക്കുന്നത്. എന്തായാലും നിലമ്പൂർ ഒരു വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് കടക്കുക തന്നെയാണ്. അത് ഇനി 2 നാൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിനുള്ളത്. അതിന് മുന്നോടിയായി ഈ മുഴുവൻ പ്രവർത്തകരെയും മുഴുവൻ വോട്ടും അത് തങ്ങൾക്ക് നേടുന്നതിന് വേണ്ടിയുള്ള പ്രചരണം തന്നെയാണ് നടക്കുന്നത്. നാളെ കൊട്ടിക്കലാശം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു മൗന പ്രചരണം മാത്രമാണുള്ളത്. ആ പ്രചരണത്തിലൂടെ വോട്ട് മുഴുവൻ അവരവരുടെ പെട്ടികളിലേക്ക് ആക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ഇവിടെ 3 മുന്നണികളും ഒപ്പം തന്നെ PV അൻവർ നടക്കുന്ന നേരിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. ശക്തമായ മഴ തുടരുന്നു. ആ മഴയ്ക്കിടയിലും ഈ യുദ്ധം സജീവമായി തുടരുക തന്നെയാണ്. സേതു, ഓക്കെ. അപ്പോൾ നിലമ്പൂരിലെ നിലവിലെ കാഴ്ചകൾ പറയുകയായിരുന്നു നമ്മുടെ ശാന്തകുമാർ വെള്ളാലത്ത് നിലമ്പൂരിൽ നിന്നുകൊണ്ട്.